കനി വെനീസിൽ പോവുകയും വളരെ ചർച്ചയാവുകയൊക്കെ ചെയ്യും. പക്ഷേ അതേസമയം തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് കനി ഈ ബിരിയാണി ദേവിക ഭയങ്കരമായിട്ട് അതിനെ വിമർശിക്കുകയും അതിന്റെ അവാർഡ് വാങ്ങിയത് ശരിയായില്ല എന്നുള്ള നിലയിൽ അവർക്ക് ഒരു വേഷം ചെയ്യുന്നതിൽ എന്താണ്? ഇല്ല, നടി എന്നുള്ള നിലയ്ക്ക് ഒരു വേഷം ചെയ്യുന്നതിൽ ആർക്കും ഒരു തെറ്റുമില്ല. ഇപ്പം അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ കനി എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ്. അപ്പം ആ കുട്ടി വയസ്സാം കാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനൊരു ഫാസിസ്റ്റിന് വേണ്ടി സിനിമ ചെയ്തു എന്ന് തോന്നൽ വരരുത്. എനിക്കത്രയേ ഉള്ളൂ. ഇപ്പം ഇതേ യുക്തിയായിരിക്കും പിന്നെ നാസി കാലത്ത് ലെനി റൈഫൻസാലിൻ്റെയൊക്കെ സിനിമയിലൊക്കെ പങ്കെടുത്ത ആൾക്കാർക്ക് ഞങ്ങൾക്കൊരു ജോലിയല്ലേ, എനിക്കൊരു ചാൻസാണ്, ഞാനത് ചെയ്താൽ എന്താ കുഴപ്പമെന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. പക്ഷേ നാസിസത്തിൻ്റെ കാലം ഈ നാസി പദ്ധതിയിൽ നമുക്കതിലൊരു കൈയുണ്ടായിരുന്നു എന്ന് വന്നാൽ ഒരു വെൽ മീനിങ് ആയിട്ടുള്ള ആ കുട്ടി ഇത് നാസിയാണെന്ന് ഭയങ്കര നാസി ബോധത്തോടു കൂടി അതിലെടുത്ത് ചാടിയാൽ ഫൈൻ. ഇതങ്ങനെയല്ലല്ലോ. ഇത് അതിനെക്കുറിച്ച് വേണ്ടത്ര ആലോചിക്കാതെയാണ് അതിൽ പോയി ചാടിയത്. അപ്പം എനിക്ക് പറയാനുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ല, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ലാതെ ഒരിക്കലും ലോകത്ത് ഒന്നും ഉണ്ടാകും. അത് നമ്മൾ അഹങ്കാരം കൊണ്ടാണ്. ഞാൻ ആക്ടറായിട്ട് തന്നെ ഇരിക്കും. ഞാൻ പറയാമല്ലോ, എന്നെ കൊണ്ട് നാളെ ഇപ്പോൾ ഞാൻ സീരിയസ്ലി അത് പറഞ്ഞിട്ടുണ്ട്, നിർബന്ധിച്ച് എന്തെങ്കിലും അങ്ങനെ ഇങ്ങനെ തോക്ക് വെച്ചിട്ട് മര്യാദയ്ക്ക് ചെയ്യടി എന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ട, ഞാൻ ചപ്പാത്തി അങ്ങനെ എവിടെയെങ്കിലും പോയി ചപ്പാത്തി വരുത്തി കൊടുത്ത് ജീവിച്ചോളാം. ഇപ്പോൾ ആ ബുദ്ധിജീവിയായിട്ട് ജീവിച്ചില്ലെങ്കിലും മാനമായിട്ട് ജീവിക്കണം എന്നാണ് എനിക്കത്രയേ ഉള്ളൂ. അതാണ് വലുത്. എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം ഈ ഫാസിസ്റ്റിൻ്റെ പിന്നെ എന്താ ഫാസിസ്റ്റ് പറയുന്ന പോലെ ഫാസിസ്റ്റിൻ്റെ പ്രോജക്റ്റിൽ ചേർന്നുകൊണ്ട് അഭിനയിച്ചാലേ എനിക്കൊരു അഭിനയ ജീവിതം ഉണ്ടാകുമെങ്കിൽ ആ അഭിനയ ജീവിതം ഞാൻ വേണ്ടാന്ന് വെക്കുകയുള്ളൂ. അല്ല ഫാസിസ്റ്റിൻ്റെ കൂടെ ചേർന്നിട്ടുള്ള ഒരു അക്കാഡമിക ജീവിതമേ ഉണ്ടാവുള്ളൂ എന്ന് വരികയാണെങ്കിൽ ഞാൻ അക്കാഡമിക ജീവിതം വേണ്ടാന്ന് വെച്ചാൽ വല്ല അടുക്കള പണിയൊക്കെ ചെയ്ത് ഞാൻ ജീവിക്കും. സിനിമയെ പറ്റി ചോദ്യം വന്നതുകൊണ്ട് മലയാള സിനിമകളിൽ നിന്ന് സ്ത്രീകൾ അപ്രത്യക്ഷമാകുന്നു എന്നുള്ളൊരു ഡിസ്കോഴ്സ് ഇപ്പോൾ ഉണ്ട്. ഉണ്ട്. അത് ശ്രദ്ധിച്ചിരുന്നോ? അങ്ങനെ അല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇത് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദിസ് ഡിസ്കോഴ്സ് ഞാൻ നമ്മൾ വഴിയൊക്കെ പോകുമ്പോൾ പോസ്റ്റേഴ്സിൽ നമ്മൾ നോക്കുമ്പോഴേ നടികൾ ഈ ആക്ടേഴ്സ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇല്ല എന്ന് മാത്രമല്ല എനിക്ക് അതിൽ ഈ ക്രെഡിറ്റ്സ് കൊടുക്കുന്ന ഭാഗത്തൊന്നും ഒരു സ്ത്രീകളുടെ പേര് ഓൾമോസ്റ്റ് ഇല്ലാതായ പോലെ ഞാൻ പല പോസ്റ്റേഴ്സും നിന്ന് വായിച്ച് നോക്കിയിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ പേരെങ്കിലും ഉണ്ടോ എന്ന്. ആ ഒരു ഭയം ഐ തിങ്ക് ഇറ്റ്സ് ഇടയ്ക്ക് കുറച്ച് മാറ്റം ഇല്ലായിരുന്നു. ഇടയ്ക്ക് കുറച്ച് മാറ്റം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഇടയ്ക്ക് ശരിയാണ്, പണ്ടൊക്കെ അങ്ങനെ തന്നെ. ഇടയ്ക്ക് കുറച്ചുകൂടെ ഈ ടെക്നിക്കൽ സൈഡിലേക്ക് കുറേ കൂടെ പെൺകുട്ടികൾ വരികയും ഈ ഫോട്ടോഗ്രാഫിയിലായാലും എഡിറ്റിങ്ങിലും അങ്ങനെയൊക്കെ കുറേ സ്ത്രീ നാമങ്ങൾ കുറച്ചൊക്കെ കണ്ടിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ കൗണ്ടർ ആർഗ്യുമെന്റ് ചിലപ്പോൾ സിനിമാക്കാരുടെ ഭാഗത്തുനിന്ന് കേൾക്കാറുണ്ട്. അത് ഈ മീ ടു അലിഗേഷൻ വന്നതിന് ശേഷം അവർക്ക് പേടിയാണത്രേ, സ്ത്രീകളെ എംപ്ലോയ് ചെയ്യാൻ പേടിയാണെന്നുള്ളൊരു ആർഗ്യുമെൻ്റാണ് അവർ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ പേടിക്കാൻ തുടങ്ങിയാൽ ഇപ്പോൾ നമുക്കൊന്നും പറയാനില്ല. ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാലേ ഇപ്പം അത് ട്രൂ. അല്ല, അത് ശരിയാണ്. കാരണം ഇതിപ്പോൾ ഈ സിനിമകളൊക്കെ തന്നെയും കേരളത്തിലുള്ള വേറൊരു പ്രത്യേകത വെച്ചാൽ ഇഷ്ടംപോലെ മെയിൽ ഓൺലി സ്പേസസ് ഉണ്ടല്ലോ. ഒരുപാട് മെയിൽ ഓൺലി സ്പേസസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഈ കലാകാരന്മാർ പലരും അങ്ങനത്തെ മെയിൽ ഓൺലി സ്പേസസ് നല്ലപോലെ പരിചയിച്ചവരും മെയിനായിട്ട് അതിൽ ജീവിക്കുന്നവരും ഒക്കെയാണ്. അപ്പോൾ അവരതിൻ്റെ കഥയായിരിക്കും. അപ്പോൾ അതായിരിക്കും അവർ അതിലോട്ട് ഇങ്ങനെ ഗ്രാവിറ്റേറ്റ് ചെയ്യുന്നത്. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ മെയിൽ ഓൺലി സ്പേസസിനെ പറ്റി ക്രിട്ടിക്കലായിട്ടുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്ന സിനിമയൊക്കെ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ബട്ട് ആ സിനിമ എടുക്കുന്നതിലൊന്നും സ്ത്രീകൾക്ക് ആ സിനിമ എടുക്കുന്നതിൽ സ്ത്രീകളെ ഉൾക്കൊള്ളാമല്ലോ. നിങ്ങൾക്ക് ടീമിലൊന്നും ഇല്ലെങ്കിൽ അത് ഇപ്പോൾ ഒരു ക്യാമറ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സിനിമയിൽ ഒരു സ്ത്രീ ഒരു ക്യാമറ ചെയ്താൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ചിലപ്പോൾ ഈ മെയിൽ സ്പേസസിനെ പറ്റി വേറൊരു തരത്തിലുള്ള ഒരു വിഷ്വാലിറ്റിയൊക്കെ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ചിലപ്പോൾ അവർ തന്നു എന്നിരിക്കും. പക്ഷേ ആ ഒരു പോസിബിലിറ്റി ഒന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാതിരിക്കും. പിന്നെ വിശ്വസിക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നതില്ലേ എന്ന് വെച്ചാൽ അല്ല, അങ്ങനെ പേടിയാണ്. എന്തിനാണ് പേടി വരുന്നത് വിശ്വാസമില്ലായ്മയെന്നാണ്. അപ്പോൾ വിശ്വാസമില്ലായ്മ എന്തിനാണ് വരുന്നത്? നല്ല ഈക്വൽ ആയിട്ടുള്ള ഇൻ്ററാക്ഷൻ ഇല്ലായ്മയെന്നാണ്. അപ്പോൾ ആദ്യം ഈക്വൽ ആയിട്ടുള്ള ഇൻ്ററാക്ഷൻ, റെസ്പെക്റ്റും ഡിഗ്നിറ്റിയും ഗ്യാരണ്ടി ചെയ്യുന്ന തരത്തിലുള്ള ഇൻ്ററാക്ഷൻ അവർ ഉറപ്പാക്കും. എന്നിട്ട് പിന്നെ സിനിമയിൽ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയി എടുത്തിരുന്ന പല കാര്യങ്ങളും
പറ്റില്ല. ഈ പറഞ്ഞ പോലെയാണ് ഈ തരത്തിലുള്ള ഡിഗ്നിറ്റിയും റെസ്പെക്റ്റും ഒക്കെ കൊടുക്കുന്ന തരത്തിലുള്ള ഇൻ്ററാക്ഷൻ ആദ്യം ഉറപ്പ് വരുത്തണം അല്ലേ? എന്നിട്ട് പിന്നെ ബാക്കി അപ്പോൾ ട്രസ്റ്റ്, സ്ത്രീകൾക്കും ട്രസ്റ്റ് ഉണ്ടാവും. അപ്പം പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും വരുന്നില്ലല്ലോ. അല്ല അഞ്ജലി, ഞാൻ പറയുന്നത് അഞ്ജലിയുടെയൊക്കെ ജനറേഷന് ശേഷം ഞാൻ പറയുന്നത് അതും ഞാൻ ടോപ്പ് ലെവലിലല്ല പറയുന്നത്. ടോപ്പ് ലെവലിൽ പിന്നെ ഈ പറഞ്ഞുള്ള ഡയറക്ടോറിയലായിട്ടും അങ്ങനെയൊക്കെ കുറച്ച് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഞാൻ അതിന് ഇടയ്ക്കുള്ള ചെറിയ ലെവൽസില്ലേ, ആ ലെവൽസിലൊക്കെ ധാരാളം സ്ത്രീകൾ വേണം. എന്നാലേ ഈ സ്ട്രക്ചറിൻ്റെ അകത്ത് ഈ മനുഷ്യർ തമ്മിലുള്ള ഇൻ്ററാക്ഷൻ കുറേ കൂടെ ഈക്വൽ ആവുള്ളൂ. മുകളിലിരിക്കുന്ന ആൾക്ക് പലപ്പോഴും ഒരു ഓണററി മാസ്കുലിനിറ്റി കൽപ്പിച്ച് കിട്ടും. അവരെ ബോയ്സ് ക്ലബിൽ അംഗമാവും, അവരും മെമ്പർഷിപ്പ് കിട്ടും. അങ്ങനെ അല്ലാതെ ഇടയ്ക്കൊക്കെ ധാരാളം സ്ത്രീകൾ വരണം. അങ്ങനെ വന്നാലേ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഒരു ജെൻഡർ ഈക്വൽ കൾച്ചർ വരുള്ളൂ. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെയാണ് ഇനീഷ്യലി എല്ലാവരും കൂടെ ഇരുന്ന് എങ്ങനെയായിരിക്കും നമ്മൾ ഇടപെടുന്നത്. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അതെന്താ. ഞങ്ങൾ സീരിയസിലൊരു ജെൻഡർ ട്രെയിനിങ് നടത്തും എല്ലാ ബാച്ച് വരുമ്പോഴും. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഒരുമിച്ച് വിളിച്ചിരുത്തി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല റെസ്പെക്റ്റോടുകൂടി പരസ്പരം ബഹുമാനിക്കുന്ന രീതിയിൽ എന്തൊക്കെ തരം പെരുമാറ്റങ്ങളായിരിക്കാം ചിലപ്പം മറ്റൊരാൾക്ക് മോശമായിട്ട് തോന്നുക. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നമുക്കത് എങ്ങനെ, ഹൗ ക്യാൻ വി റിസോൾവ് ദാറ്റ്, ഇതൊക്കെ പറഞ്ഞ് അത് എല്ലാ സിനിമ എടുക്കുന്നതിന് മുമ്പേയും അങ്ങനൊരു സെഷൻ കണ്ടക്ട് ചെയ്ത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്വാസം ബിൽഡ് ചെയ്ത് അങ്ങനെ ചെയ്താൽ എന്താ. ഇപ്പം അതുപോലെ സ്ത്രീകളോട് അവരെന്തൊക്കെയാണ് അവരെ അൺകംഫർട്ടബിൾ ആക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ you will get a sense of what women, ചില സ്ത്രീകൾക്ക് സ്റ്റെയറിങ് ഇസ് വെരി ബിഗ് സോഴ്സ് ഓഫ് ഡിസ്കംഫർട്ട് ഫോർ സം വിമൻ ഇറ്റ് മേ ബി നോട്ട്. ബട്ട് അങ്ങനെ പറയാനൊരു എനിക്ക് എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്കത് എൻ്റെ ഫോക്കസിനെ അത് ബാധിക്കും എന്നൊരു സ്ത്രീ പറഞ്ഞാൽ അത്തരം ബിഹേവിയർ അവോയ്ഡ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട്ലി ആയിട്ടൊരു ഡിസ്കഷൻ ഓരോ സിനിമ മാത്രമല്ല ഞാൻ പറയുന്നത്, ഓരോ പ്രോജക്റ്റിൻ്റെ ഇപ്പോൾ ഒരു വർഷത്തെ പഠന അധ്യയനമായാലും അല്ലെ ഒരു വർഷത്തെ ലേബർ, ഇപ്പോൾ നിങ്ങളുടെ ന്യൂസ് പേപ്പർ ഓഫീസിലെ ഒരു വർഷത്തെ പണി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനത്തെ ഒരു ഡിസ്കഷനൊക്കെ ഉണ്ടായിട്ട് പരസ്പരം മനസ്സിലാക്കി പിന്നെ പെരുമാറുന്നതിന് എന്താ ഒരു തടസ്സം എന്ന് എനിക്കിപ്പോഴും. സിനിമയുടെ കഥകളിലും കൺവെൻഷണലായി അല്ലെങ്കിൽ കുറച്ചൊന്ന് ബാക്ക്വേർഡായിട്ട് ചിന്തിക്കുന്നത് സ്ത്രീ കഥാപാത്രങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്നൊരു ട്രെൻഡുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് മലയാള സിനിമയിൽ വളരെ കാര്യമായിട്ടുണ്ട്. അത് മേ ബി പണ്ടാണെങ്കിൽ ഇപ്പോൾ കള്ളിച്ചെല്ലുമ്പ മാതിരിയൊക്കെയുള്ള കുറച്ചൊരു വിപ്ലവകരമായ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കിയിരുന്ന സിനിമ പിന്നെ പിന്നെ ഒന്ന് വാത്സല്യം മാതിരിയുള്ള സിനിമകളിലൊക്കെ കുടുംബത്തെ മുഴുവൻ നോക്കുന്ന, എല്ലാം സഹിക്കുന്ന ഒരു നായികയാണ് ഏറ്റവും ഐഡിയൽ എന്നൊരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനൊരു ഇപ്പോൾ ഉണ്ടോ അത്? ഇപ്പം അത് കുറവല്ലേ? എല്ലായ്പ്പോഴും അത്തരം ഒരു നായികയ്ക്കാണ് ഇപ്പോഴുണ്ടോ? ഇപ്പം എനിക്ക് അത്ര ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം അതുപോലെ എനിക്ക് വലിയ സന്തോഷം തോന്നുന്ന വെച്ചാൽ ഈ വലിയ സുന്ദരിമാരൊന്നുമല്ല, എല്ലാം നമ്മളൊക്കെ ചുറ്റുമുള്ള സാധാരണ എല്ലാം ഒരു ആവറേജ് പെൺപിള്ളേർ എല്ലാം അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ. ഈ സൗന്ദര്യമൊന്നും ഒരു വലിയ ക്രൈറ്റീരിയൻ അല്ല. സങ്കല്പം മാറുന്നതായി അത് നല്ലത് തന്നെ. ഞാൻ പറയുന്നത് ഏത് സ്ത്രീക്കും അത്യാവശ്യം മേക്കപ്പൊക്കെ ഇട്ടാൽ സുന്ദരിയാകാം എന്ന ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് ധാരാളം മതി, നല്ലതാണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സിനിമയിൽ വരുന്നുണ്ട്, നല്ലതാണ്. പിന്നെ അതുപോലെ ധാരാളം എനിക്ക് അടുത്ത കാലത്ത് വലിയ സന്തോഷമുള്ള ഒരു കാര്യം, ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരുപാട് മുസ്ലിം സ്ത്രീകൾ എഴുതുന്നുണ്ട്, ഒരുപാട് പേര്. പിന്നെ അത് അവരൊന്നും ഈ പറയുന്ന പോലെ അവർ റിലീജിയസ് ഹിജാബ് ധരിക്കുന്ന സ്ത്രീകളാണ്. And that doesn't stop them from being, writing such strong material. അവരുടെ എഴുത്തിൻ്റെയൊക്കെ ശക്തി എന്ന് വെച്ചാൽ വളരെ വളരെ ക്രിട്ടിക്കൽ. അവരുടെ ഈ സമുദായത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചർച്ചകളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നില്ല ഈ ഹിന്ദു സമുദായത്തിൻ്റെ ഉള്ളിലൊന്നും ഞാൻ കണ്ടിട്ടുണ്ട് 1930s സമാനമായ ചർച്ചകൾ നടക്കുമ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഫീമെയിൽ വോയിസസ് ഒന്നും ഇല്ല. ഇവരുടെ ഇടയിൽ അങ്ങനല്ല, വളരെ വളരെ പവർഫുള്ളായ രീതിയിൽ ആലോചിക്കുകയും ചിന്തിക്കുകയും അത് മുഖത്തൂക്കി പറയാനും മടിയില്ലാത്ത ഒരുപാട് സ്ത്രീകളുണ്ട് ഇപ്പം.